ഡിജിറ്റൽ സർവേ ജീവനക്കാർ കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സർവേ ടീമിനെ പിരിച്ചുവിട്ടതിനെതിരെയും 4 മാസമായി ശമ്പളം മുടങ്ങിയതിനെതിരെയുമാണ് പ്രതിഷേധം. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. ഡിജിറ്റൽ സർവേ ജീവനക്കാർ കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക, പട്ടിണിയിലായ ജീവനക്കാരെ സംരക്ഷിക്കുക, അർഹമായ വേതനം നൽകാതെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഡിജിറ്റൽ സർവേ കരാർ ജീവനക്കാരുടെ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഡിജിറ്റൽ സർവേയുടെ ഇപ്പോൾ ശമ്പളം മുടങ്ങിയിട്ട് 4.5 മാസമായി. 4.5 മാസത്തെ ശമ്പളം നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ ഒരു മുന്നായിട്ട് നമുക്ക് ഒരു അറിയിപ്പും തരാതെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 4.5 മാസത്തെ ശമ്പളത്തിനെ കുറിച്ച് ഒരു അറിയിപ്പ് നമുക്കിതുവരെ തന്നിട്ടുമില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി, അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കളക്ടറെ കാണാൻ വേണ്ടി വന്നത് നമ്മൾ. പിന്നെ നമ്മൾ ഈ കുന്നും മലയൊക്കെ കയറിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സർവേയിൽ കയറിയത്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയാണ് കയറിയത്, അല്ലാതെ ചുമ്മാ നമ്മൾ വേറെ ഇൻ്റർവ്യൂ, വേറെ ഇൻഫ്ലുവൻസ് വഴി അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. നമ്മുടെ പ്രധാന ആവശ്യം ഈ 4.5 മാസത്തെ ശമ്പള കുടിശ്ശിക എപ്പോൾ കിട്ടും, അതിനെക്കുറിച്ച് ഉറപ്പായിട്ടൊരു അറിയിപ്പ് നമുക്ക് എന്തായാലും തന്നേ പറ്റൂ. മക്കളുടെ ചിലവ്, പിന്നെ കുടുംബ ചിലവ്, ഇതെല്ലാം നോക്കേണ്ട ഒരു ഇത് മാത്രമേ വരുമാനമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉണ്ട്. കാരണം നമ്മൾക്കിപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഈ ശമ്പളം എന്ന് കിട്ടും, എങ്ങനെ തരുന്നില്ല, യാതൊരു ഒപ്പം തന്നിട്ടൊന്നുമില്ല. ഒരു മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇത് തുടങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു ദിവസം വരുന്നതാണ് ഓണം വരുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു, കഴിഞ്ഞ വിഷുവിന് തന്നെ നമുക്ക് ശമ്പളം ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ ഓണത്തിനും ഉണ്ടായില്ല. കാരണം ഈ ഓണത്തിനൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലൊരു ചെറിയ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരാഗ്രഹം. അതുപോലെ നമ്മൾക്കും ഉണ്ടാവില്ല. അത് ഒരു സന്തോഷം വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ എന്താ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഒരു ഉറപ്പില്ലാത്ത ഗതിയാണ്. ഇപ്പോൾ കടം വാങ്ങി ഈ ഡെയിലി പോകാൻ ഇപ്പോൾ അത്ര ചിലവറിയാം. ആ ഒരു സ്ഥലത്തൊക്കെ എത്തിപ്പെടാനെങ്കിലും പറഞ്ഞാൽ ഒരുപാട് ചിലവുണ്ട്. ഇതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ കടം വാങ്ങി നമ്മളൊരു പരിധി വിട്ടു കടം വാങ്ങുന്നതിൻ്റെ. ഇനി ആരും വാങ്ങാനില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ പിരിച്ചുവിടുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മളോട് ഒരു 30-ാം തീയതി ഒരു ഓർഡർ രാത്രി വരുന്ന 1-ാം തീയതി തൊട്ട് ഇങ്ങ് വരണ്ടാന്ന് ഒരു ഇതില്ല, മാനദണ്ഡമില്ല, ഒരു ഇതുമില്ല. നമുക്കൊരു മുന്നറിയിപ്പൊന്നും തന്നിട്ടില്ല. സാധാരണ പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞ് പിരിച്ചുവിടുന്നത് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഇതിലധികം ആൾക്കാരും പറഞ്ഞാൽ 179 ദിവസമാണ് കാലാവധി. അതിലിപ്പോൾ 1 മാസം 2 മാസം ഇപ്പോഴും എല്ലാവർക്കും പെൻഡിങ് ആണ്. ഈ കാലാവധി കഴിയാണ്ടാണ് പിരിച്ചുവിടുന്നത്. 4.5 മാസത്തെ ശമ്പളം കുടിശ്ശികയാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡിജിറ്റൽ റീസർവേ ഭാഗമായി നിയമിച്ച കരാർ ജീവനക്കാരെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ പിരിച്ചുവിടുകയായിരുന്നു. ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട നടപടി സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് കാസർഗോട്ടെ റീസർവേ കരാർ ജീവനക്കാർക്ക് ലഭിച്ചത്. ഇതു സംബന്ധിച്ച് ജീവനക്കാർ ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി. മാർച്ച് മാസം മുതലുള്ള ശമ്പളം കുടിശ്ശികയാണ് 20,000 രൂപ വീതം പ്രതിമാസം കരാർ ജീവനക്കാർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ. 200ഓളം ജീവനക്കാരെയാണ് കാസർഗോഡ് ജില്ലയിൽ പിരിച്ചുവിട്ടത്. മറ്റ് ജില്ലകളിലും ശമ്പളം നൽകാതെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അനിൽകുമാർ KP, സ്വപ്ന, സുനിത, ബിബിത K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.